ഹായ് അസ്സലാമലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബൈദ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വഴുതനങ്ങ കറിയുടെ റെസിപ്പിയാണ്. എന്തിൻ്റെ കൂടെയും സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു കറി. ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടു നോക്കിയാലോ. ഇതിന് വഴുതനങ്ങ എന്നും കത്തിരിക്ക എന്നും ഒക്കെ പറയൂട്ടോ. അങ്ങനെ ഈ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള വഴുതനങ്ങ കറി തയ്യാറാക്കാൻ ഞാനിവിടെ 5 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇങ്ങനെ മേലുള്ളതൊക്കെ ഇങ്ങനെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല നോക്കണം. ഇതിൻ്റെ ഉള്ളിൽ പുഴു ഉണ്ടാവും. കാണുമ്പോൾ നല്ല സുന്ദരിയാണ്, പക്ഷെ മുറിച്ച് നോക്കിയാലാവും അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ. ഇപ്പോൾ ഇങ്ങനെ ഓരോരോ മനുഷ്യന്മാരുടെ അവസ്ഥ അങ്ങനെയല്ലേ. പുറത്തേക്ക് കാണുമ്പോൾ നല്ല ഭംഗിയാണ്, പക്ഷെ ഉള്ളിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും നമ്മൾ അറിയണില്ലല്ലോ അല്ലേ. അപ്പോൾ അതുപോലെയാണ് ഈ ഒരു വഴുതനങ്ങ. ഇതിന് നമ്മളവിടെ വഴുതനങ്ങ എന്ന് പറയുക. ചില സ്ഥലങ്ങളിൽ നിങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് എന്താ പറയുകയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാ ഞാൻ വഴുതനങ്ങ ഇങ്ങനെ ഓരോന്നങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ വേണം മുറിച്ചെടുക്കാൻ. ഞാനത് എല്ലാ വഴുതനങ്ങയും ഒന്ന് നല്ലപോലെ തന്നെ ഈ ഒരു രീതിയിൽ ഇത്ര കനത്തിൽ വേണം മുറിക്കാൻ. നല്ല നൈസാക്കിയിട്ട് മുറിക്കേണ്ട. വഴുതനങ്ങയൊക്കെ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകുന്ന ഒന്നാണല്ലോ. അപ്പോൾ ഈ ഒരു ഇത്രയും വലുതാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇതാ ഒരു ബൗളിൽ ഞാനത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച വഴുതനങ്ങ ഉണ്ടല്ലോ അത് ഇതിലിട്ട് വെക്കുക. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇട്ട് വെക്കണം. അതിലുള്ള എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാ വെജിറ്റബിൾസ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇത് വഴുതനങ്ങയ്ക്ക് ഒരു കറ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പോകാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതാ ഞാനൊരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. മൺചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായ ശേഷം 1/4 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ നല്ല പോലെ ഒന്ന് പൊട്ടി വരട്ടെ. കടുക് നല്ല പോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ വലിയ വെളുത്തുള്ളി ആയ കാരണം ഞാൻ 10 എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 15 എണ്ണൊക്കെ എടുത്തോളൂ. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി എടുത്തിട്ട് അതും ഒരു ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് അതിൻ്റെ ആ ഒരു പച്ചച്ചുവയൊക്കെ ഉണ്ടല്ലോ, ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ എത്രയുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കട്ടെ. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനാവശ്യമായിട്ട് 2 പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനാവശ്യമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള മുളകാണ്. ഞാൻ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഒരു 10-15 ചെറിയ ഉള്ളി ഇതുപോലെ ചതക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള എടുത്തോളും. ചെറിയ ഉള്ളി ആകുമ്പോഴാണ് ഒന്നുകൂടി ഈ ഒരു കറിക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാകുക. 15 ചെറിയ ഉള്ളി, ഇത് നല്ല വലിയ ചെറിയ ഉള്ളിയായിരുന്നു, അതുകൊണ്ട് ഞാൻ 15 എണ്ണം എടുത്തിട്ട് ഇത്രയുണ്ട്. അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു 20 എണ്ണമൊക്കെ എടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ സവാള എടുത്താൽ മതി. പിന്നെ ഇതാ നമ്മളെ വഴുതനങ്ങ നല്ല പോലെ ഞാനിതാ കഴുകി എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളം വാരാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വഴുതനങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങനെ കുത്തി ഇളക്കരുത്. വഴുതനങ്ങ ആകുമ്പോൾ പതുക്കെ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നിതാ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി ഞാൻ വലിയ തക്കാളി ആയതുകൊണ്ട് ഒരു തക്കാളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി എടുത്തോളിയും, വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി. എന്നിട്ട് ഇതാ നല്ലപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ടൈമിൽ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുമ്പോൾ അതിനടുത്ത് തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം, അതുകൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെല്ലൈക്കൻ ഓൾ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോൾ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. ഇപ്പോൾ അതാ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ, ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട, അടിയൊക്കെ കരിഞ്ഞ് പോവുകയാണെങ്കിലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ നമ്മുടെ വഴുതനങ്ങ കത്തിരിക്ക എന്നാണ് പറയുന്നത്. വഴുതനങ്ങ നല്ല പോലെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, മാഷാ അല്ലാ സൂപ്പർ. ഇപ്പം തന്നെ നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെയാണ് വരുന്നത്. ആ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടിയൊക്കെ ആയപ്പോൾ നല്ലൊരു സൂപ്പർ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാ നല്ല പോലെ ഒന്നും കൂടിയാണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനിതാ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള പൊടിയാണെങ്കിൽ 1/2 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ 2 പച്ചമുളക് കൂടി ചേർത്തതാണല്ലോ. പിന്നെ ഇതാ 1/2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി,
പിന്നെ അതിലേക്ക് 1/4 സ്പൂണ് നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ, പെരിഞ്ജീരകം, വലിയ ജീരകം പൊടിച്ചത് കൂടി 1/4 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ വലിയ ജീരകം പൊടിച്ചതൊക്കെ എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഈ വഴുതനങ്ങ കറിയൊക്കെ നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ. ഈ ഒരു കറി ഭയങ്കര ഒരു തിക്കായിട്ടുള്ളൊരു കറിയാണ്, നല്ല ലൂസായിട്ടുള്ളൊരു കറിയല്ല, ഇത് നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ്. ഈ വഴുതനങ്ങ ആയത് കൊണ്ട് തന്നെ നല്ല തിക്കായിരിക്കും ഈ ഒരു കറി. ഇത് അപ്പത്തിലേക്കും എല്ലാത്തിലും ഈ ഒരു കറി സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇതാ ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഇതാ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ എത്ര കറി വേണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഈ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു വഴുതനങ്ങ കറി ഉണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് എന്താണെങ്കിലും നിങ്ങളെ അഭിപ്രായം നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അത്രയും നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കാം. 5 മിനിറ്റ് നല്ല ഒന്ന് ആ പുളിയും വഴുതനങ്ങയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സായി വരട്ടെ, നല്ല വെന്ത് വരട്ടെ. ഒരുപാട് അങ്ങനെ ഇളക്കി ഉടക്കരുത് കേട്ടോ, നല്ല പതുക്കെ വേണം ഉടച്ചു കൊടുക്കുക. നമ്മൾ വഴുതനങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകുമല്ലോ, അപ്പോൾ പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ അതാ കറി നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ട് ഇനി ഇതുപോലെ നമ്മൾ സാവധാനം വേണമെന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഇതാ കറി നമ്മളെ വഴുതനങ്ങ സൂപ്പർ കറി ഇവിടെ നല്ല അടിപൊളി ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇതാ ഇതിലേക്ക് 1/4 സ്പൂണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതാ ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര നിങ്ങളെടുത്തില്ലെങ്കിൽ ഒരു 1/4 സ്പൂണ് പഞ്ചസാര ചേർത്താൽ മതി. അപ്പോഴാണ് ശർക്കരയൊക്കെ ആകുമ്പോഴാണ് ഈ പുളിയും മധുരമൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ഈ വഴുതനങ്ങ കറി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുക. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വഴുതനങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. പിന്നെ ഒന്നുകൂടി പറയണം, പുതിയ കൂട്ടുകാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ലൈക്ക് തരിക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.